ഞാനിപ്പോൾ നിൽക്കുന്നത് വത്തിക്കാനിൽ സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പേപ്പൽ അൾത്താരയുടെ വലതുവശത്താണ്. എൻ്റെ തൊട്ടു പുറകിലായി നിങ്ങൾക്ക് കാണാം, അവിടെ വിശുദ്ധ വേറോനിക്ക ഈശോയുടെ തിരുമുഖം തുടച്ച ആ സംഭവത്തെ ഓർമ്മിപ്പിക്കുന്ന തുവാലയും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു പ്രതിമ. അതിൻ്റെ മുകളിൽ ചരിത്രത്തിൽ ഇന്നോളം ഓർത്തിരിക്കേണ്ട ഒരു തിരുശേഷിപ്പ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതായത് യേശു കാൽവരിമലയിൽ രക്തം ചിന്തി കുരിശു ചുമന്നുകൊണ്ട് യാത്രയാകുമ്പോൾ ഈശോയെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ഈശോയോടുള്ള കരുണയും സ്നേഹവും നെഞ്ചിലേറ്റിക്കൊണ്ട് വേറോനിക്ക ഈശോയുടെ ആ മുറിപ്പാടുകളുള്ള തിരുമുഖം തുടച്ചതിന്റെ ഓർമ്മപ്പെടുത്തുന്ന ആ തിരുശേഷിപ്പാണ് അവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. കത്തോലിക്ക വിശ്വാസത്തിന്റെ ഈറ്റിലമായ വിശുദ്ധ പത്രോസ് സ്ലീഹായുടെ റോമിലെ ബസിലിക്കയിൽ ഇവിടെയുള്ള എല്ലാ റിലിക്കുകളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട റിലിക്കുകളിൽ ഒന്നാണ്, തിരുശേഷിപ്പുകളിൽ ഒന്നാണ് ഇവിടെ വെച്ചിരിക്കുന്ന വിശുദ്ധ വെറോനിക്ക ഈശോയെ തുടച്ച ആ തുവാലയുടെ തിരുശേഷിപ്പ്. നോമ്പുകാലത്തെ പ്രത്യേകിച്ച് 5-ാമത്തെ ഞായറാഴ്ചയാണ് ഈ തിരുശേഷിപ്പ് പൊതുദർശനത്തിനായിട്ട് വയ്ക്കുന്നത്. ഇന്നലെ പ്രത്യേകിച്ച് 5-ാമത്തെ ഞായറാഴ്ച, നോമ്പുകാലത്തെ 5-ാമത്തെ ഞായറാഴ്ച പ്രത്യേകമായിട്ട് ഉള്ള പ്രാർത്ഥനാ ചടങ്ങോടുകൂടിയാണ് ഇത് പ്രദർശനത്തിന് വെക്കുന്നത്. സെന്റ് പീറ്റർ ബസിലിക്കയുടെ പ്രധാന കർദിനാളായ കർദിനാൾ മൗരോ ഗംബെത്തിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രത്യേകമായ പ്രാർത്ഥനാ ചടങ്ങുകളോടുകൂടിയാണ് ഇത് പ്രദർശനത്തിന് വെച്ചത്. ചരിത്രത്തിൽ ആദ്യമായി ഈ വിശുദ്ധ വേറോനിക്കയുടെ തുവാല പൊതുദർശനത്തിന് വെച്ചുകൊണ്ട് വിശ്വാസികളോട് ചേർന്ന് പ്രദക്ഷിണമായി ഒരു പ്രൊസഷൻ നടത്തി പ്രാർത്ഥനകൾ ആരംഭിച്ചത് പോപ്പ് ഇന്നസെന്റ് മാർപ്പാപ്പയുടെ കാലഘട്ടത്തിൽ. അതിനുശേഷം 13-ാം നൂറ്റാണ്ടോടുകൂടിയാണ് വത്തിക്കാൻ ബസിലിക്കയിൽ ഇവിടുത്തെ വിശ്വാസികൾക്ക് പൊതുദർശനത്തിനായി വിശുദ്ധ വേറോനിക്കയുടെ ആ തുവാല, ഈശോയുടെ തിരുമുഖത്തിന്റെ ഛായ പേറുന്ന ആ തുവാല പൊതുദർശനത്തിനായി വെക്കുന്ന പതിവ് ആരംഭിച്ചത്. വെറോനിക്ക എന്ന ആ വാക്കിന്റെ അർത്ഥം തന്നെ ഇന്ന് ലാറ്റിനിൽ വേറെ ഇക്കോണ എന്നാണ്. അതായത് യഥാർത്ഥ ഇമേജ്, യഥാർത്ഥ ഛായാചിത്രം എന്ന് തന്നെയാണ്. നമുക്കറിയാവുന്ന പോലെ സഭയുടെ വിശ്വാസം അനുസരിച്ച്, സഭയുടെ പാരമ്പര്യം അനുസരിച്ച് ഈശോയുടെ മുറിവേറ്റ ആ തിരുമുഖത്തിന്റെ ഛായ ആദ്യം പതിച്ച് നമുക്ക് കിട്ടിയത് വെറോനിക്ക വൈപ്പ് ചെയ്ത ആ തുവാലയിലൂടെ എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസവും സഭാ പാരമ്പര്യവും. ഏതായിരുന്നാലും വിശുദ്ധ വേറോനിക്ക കുരിശിന്റെ വഴിയിലേക്കുള്ള യാത്രയിൽ യേശുവിനെ ചെന്ന് കാണുകയും ധീരതയോടുകൂടി വിശ്വാസത്തോടുകൂടി അവൾ യേശുവിൻ പടയാളികളെ ആരെയും വകവയ്ക്കാതെ യേശുവിന്റെ ആ തിരുമുഖം തുടച്ചത് ഒരു വിശ്വാസത്തിന്റെ വലിയ പ്രഖ്യാപനം മാത്രമല്ല, ആ യേശുവിനോട് കാണിച്ചുള്ള സ്നേഹത്തിന്റെയും കരുണയുടെയും ആർദ്രതയുടെയും ഒരു അടയാളം കൂടിയാണ്.